ഹലോ, ഹായ് കൂട്ടുകാരെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് കൂട്ടുകാർക്കൊക്കെ സ്വാഗതം കേട്ടോ. ഇന്ന് ഇനി കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. എല്ലാം കഴിഞ്ഞു കേട്ടോ. ഞാൻ അങ്ങനെ വലുതായിട്ടൊന്നും പോയി. ഇന്ന് മോള് പോകുന്നില്ല. മോൾക്ക് സ്റ്റഡി ലീവ് തുടങ്ങി, പരീക്ഷ ആയതുകൊണ്ടേ. അപ്പം ചേട്ടൻ അവിടെ നിന്ന് വാർത്ത കാണുന്നു. അതുകൊണ്ട് ഞാൻ അടുക്കളയിൽ വന്ന് കതകൊക്കെ കുറ്റിയിട്ടിട്ടാണ് വീഡിയോ എടുത്ത്. കടലയായിരുന്നു. അപ്പോൾ കടലക്കറിയൊക്കെ വെച്ചു. പിന്നെ നമ്മൾ തലേന്ന് തന്നെ അയലക്കറി വെച്ചായിരുന്നല്ലോ, അപ്പം അതുണ്ട്. പിന്നെ മീൻ വറുത്തു. ഇന്നിനിയിപ്പം 6 മണിക്കേ കഴിക്കൂ. അപ്പം ഞാൻ വിചാരിച്ചു ഇനി വൈകിട്ടല്ലേ കറി ഉണ്ടാക്കണ്ടുള്ളൂ. ഇന്ന് വെള്ളിയാഴ്ചയല്ലേ. ഇപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് വരുന്ന വേദനകൾ ഒഴിച്ചാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെ പോകുന്നു. അല്ലേ, അങ്ങനെ പോട്ടെ. വേദനയുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്താ പറയുന്ന, കഴുത്തൊക്കെ വേദന, പിന്നെ ഓരോ സൈഡ് കാലൊക്കെ വേദന. അങ്ങനെ എല്ലാവർക്കും വേദനയുണ്ട്. ചിലർ കാലെടുക്കാൻ വയ്യ. സിന്ധുജ പറയുന്നേക്കാം സിന്ധുജയ്ക്ക് നടുവേദന. അങ്ങനെ ഓരോരുത്തർ പറയുന്നേക്കാം കാല് വയ്യ, നടുവ് വയ്യ എന്നൊക്കെ. അപ്പം അതുപോലെയൊക്കെ തന്നെയാണ് എനിക്കും വേദനകൾ. പക്ഷെ എനിക്ക് ഇച്ചിരി കൂടുതലാണെന്ന് തോന്നുന്നു. എനിക്ക് വേദന വന്നാൽ ഇപ്പം സഹിക്കാൻ പറ്റുന്നില്ല. പിന്നെ അങ്ങ് കിടക്കും, കുറേ നേരം കിടക്കും കേട്ടോ. കിടന്നു കഴിയുമ്പം കുറച്ച് വേദനയ്ക്ക് ഒരു ആശ്വാസം. ഞാൻ അടുക്കളയിൽ നിന്ന് കാണിച്ചു തരാം. ഒതുക്കിയിട്ടില്ല, കുറച്ചൊക്കെ ഒതുക്കാൻ വെച്ചെന്ന്. അങ്ങനെ മീൻ വറുത്ത് വെച്ച്, പിന്നെ ഇന്നലെ വെച്ച കറി, ഇന്നലത്തെ കുറച്ച് മീൻ കറി ഒതുക്കിയില്ല കേട്ടോ. ഇനി ഒതുക്കണം. ഒരു കിളി കിടന്നങ്ങ് ഭയങ്കര ചിലപ്പ്. അപ്പോഴിതാ നല്ല അടിപൊളിയായിട്ടുള്ള കടലക്കറി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തേങ്ങാക്കൊത്തൊക്കെ വറുത്തിട്ടു കേട്ടോ. പിന്നെ ഞാൻ വന്ന് എല്ലായിടവും വന്ന് ഒതുക്കി പറക്കിയതിന് ശേഷം ഇതെന്താണെന്ന് വെച്ചാൽ പോസിറ്റീവായ കാര്യങ്ങൾ എഴുതി പ്രാർത്ഥന. അതാണ് എൻ്റെ ജോലി കേട്ടോ. ഇപ്പം ഒരുപാട് നാളുകൊണ്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എനിക്കെന്താ പറയുന്നത്, എനിക്ക് അസുഖത്തിൽ നിന്നൊക്കെ നല്ല മാറ്റം, ജീവിതം തന്നെ നല്ല മാറ്റമുണ്ട്. അപ്പം ഞാൻ അതിങ്ങനെ പിന്തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. പ്രാർത്ഥന അത് നമ്മുടെ ജീവിതത്തിൽ കൂടെ തന്നെ വേണം. നമുക്കെല്ലാം പറയുന്ന ഒരാളാണോ ദൈവം. അപ്പോൾ ദൈവത്തോട് നമുക്കെല്ലാം പറയാം, അല്ലേ. വിശ്വസിച്ച് പറയാവുന്ന ഒരാൾ ദൈവമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ മോള് വന്നോണ്ടെല്ലാം വൃത്തിയാക്കും. പിന്നെ ഞാൻ തറ കഴുകാറുണ്ട് കേട്ടോ. അപ്പോൾ എന്നും പിന്നെ നമ്മൾ അക്കൂനെ കൊണ്ട് വലിയ ശല്യമില്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, വൃത്തികേടൊന്നുമില്ല കേട്ടോ. എന്നാലും ഞാൻ നമ്മൾ അടുക്കളയിലെന്ന് വെച്ചിട്ട് തറ എന്നും കഴുകാറുണ്ട്. പിന്നെ ഇപ്പോൾ തുടങ്ങിയ പരിപാടിയാണ് വെള്ളം തിളപ്പിച്ച് സിങ്ക്, വാഷ് ബേസിൻ, പിന്നെ നമ്മൾ വെള്ളം ഇങ്ങനെ ഒഴുകിപ്പോകുന്ന ഇതൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ പോയി നല്ല തിളച്ച വെള്ളം ഒഴിക്കും. അപ്പം മോളെപ്പോഴും പറയും അമ്മയ്ക്ക് വട്ടാണെന്ന് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നിന്ന് പഠിക്കുന്ന സാധനമുണ്ട് മോൾക്ക്. പക്ഷേ ഇല്ലാത്തത് കൊണ്ട് അവൾ കിടന്നു ഇരുന്നൊക്കെ തന്നെ. എനിക്ക് പിന്നെ കമന്ന് കിടന്ന് പഠിക്കാൻ വയ്യ, കൈവേദന ഉണ്ട്. പിന്നെ ഞാനത് പഠിക്കാനായിട്ട് നിൽക്കാറുമില്ല കേട്ടോ. അതൊക്കെ പിന്നെ മകൾ ചെയ്തോളും. അങ്ങനെ ചായക്ക് വെള്ളം വെച്ചു, പാല് വെക്കാൻ വെച്ചിട്ട് അവിടെ തന്നെ നിന്നു കേട്ടോ. ഇല്ലെങ്കിൽ പാല് നമ്മൾ എത്തി നോക്കുമല്ലോ എന്ന് വെച്ചിട്ടേ. അല്ലെങ്കിൽ തിളച്ച് വീണാൽ പിന്നെ പണിയാട്ടോ. അവിടെ എല്ലാം വൃത്തിയാക്കി. അപ്പോൾ ഒരു കപ്പ് ചായ എനിക്ക് മോക്ക് കൊണ്ടുള്ളതാണ്. അപ്പോഴത്തേക്ക് ഓമൻ ചേച്ചി കുറച്ച് തെരളിയപ്പം കൊണ്ടുവന്നു. അപ്പോൾ മോക്ക് വേണമെന്ന് വെച്ചാൽ വേണ്ട, അങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ വെച്ച്. ഇനി 6 മണി കഴിഞ്ഞാലേ കഴിക്കാൻ പറ്റുള്ളൂ. എനിക്ക് ഭയങ്കര ജീവനാണ് കേട്ടോ തെരളിയപ്പം എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ ഇതാ മോള് പിന്നെ അവിടെ എല്ലാം തൂത്ത് പിന്നെ തുടപ്പൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ചന്ദനത്തിലേക്ക് കത്തിച്ച് വെച്ചു. അപ്പോൾ എല്ലാവരും ചോദിക്കണം നിനക്കിത് മാത്രമേ പണിയുള്ളൂ. അതേ, എനിക്ക് വീട് എപ്പോഴും നല്ല നീറ്റായിട്ട് ഇടുന്ന നല്ല മണം നിറഞ്ഞിങ്ങനെ നിൽക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം, ഒരു പോസിറ്റീവ് എനർജി. അപ്പോഴത്തേക്ക് നമ്മൾ വാഷിംഗ് മെഷീനിൽ കുറച്ച് തുണിയൊക്കെ ഇട്ട് കൊടുത്തു. വാഷിംഗ് മെഷീൻ പഞ്ചറാവാറായി കേട്ടോ. എന്തെന്ന് വെച്ചാൽ അതിപ്പോൾ 6-7 വർഷമായി തുരുമ്പെടുത്ത് തുടങ്ങി. അങ്ങനെ നമ്മളെ വീട് കണ്ടോ അടിപൊളിയായിട്ട്. എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിലെല്ലാം ഞാൻ ഒതുക്കിയിടും. എത്രത്തോളം വൃത്തിയാക്കി കിടക്കാവോ എനിക്ക് അത്രത്തോളം സന്തോഷമാണ് കേട്ടോ. അതാണ് എൻ്റെ ഒരു പോസിറ്റീവ്. ഈ വൃത്തിയാക്കാന്ന് വെച്ചാൽ എനിക്ക് സന്തോഷം തരുന്ന ജോലിയാണ്. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോഴിതാ മകൾ അവിടെ ഇരുന്ന് പഠിക്കാൻ നോക്കുവാണ്. അപ്പോൾ ക്യാമറ കണ്ടപ്പോഴത്തേക്ക് എന്നെ നോക്കിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ട് ഒതുക്കി. ഇനിയിപ്പം കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇനി എൻ്റെ അടുത്ത ജോലികൾ. കുളിച്ചിട്ടൊക്കെ വന്നു. ഇന്ന് നേരത്തെ കുളിച്ച് ഇനി കറി ഉണ്ടാക്കാൻ കയറണം. അതിന് മുമ്പേ കുറച്ച് ഒതുക്കലും പറക്കലൊക്കെ ഉണ്ട്. അലമാരിയൊക്കെ ഒന്ന് ഒതുക്കണം. അത് കഴിഞ്ഞ് ഇനി കറി ഉണ്ടാക്കാൻ കയറുന്നുള്ളൂ. അപ്പം 6 മണി കഴിഞ്ഞല്ലേ കഴിക്കത്തുള്ളൂ. അപ്പോഴത്തേക്ക് എന്തെങ്കിലും ഞാൻ ഇന്ന് പരിപ്പ് ഉള്ളിയിട്ട് കറി വെക്കാമെന്ന് വിചാരിക്കുന്നു. ചമ്മന്തി അരയ്ക്കാം. എന്നും മുട്ട തിന്നണ്ടല്ലോ എന്ന് വെച്ചാൽ. ഈ വിശേഷങ്ങൾ ഇവിടുത്തെ നിർത്തുവാണോ, ബാക്കി നാളെ കാണാം. ഓക്കെ, ബൈ.